തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുഷ്പാർച്ചന നടത്തി ആദരവർപ്പിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ. ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന നേതാക്കൾ പുഷ്പാർച്ചന നടത്തുന്നു. ബാക്കി പ്രവർത്തകർക്ക് ഈ പരിപാടിക്ക് ശേഷം പുഷ്പാർച്ചന നടത്താവുന്നതാണ്. പ്രശാന്ത്, വി മുരളീധരൻ അവിടെ എത്തിച്ചേർന്നു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇനി അദ്ദേഹം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. വളരെ ശക്തമായ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാരതാംബയോടുള്ള അവഹേളനത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. അത് പ്രതിഷേധ പരിപാടികളിലൂടെ തന്നെ സംഘടിപ്പിക്കാനാണ് സംസ്ഥാനത്തൊട്ടാകെ BJP ശ്രമിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടതാണ്. കോഴിക്കോടൊക്കെ അതൊരു സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി BJP നേതാക്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സൂചന അല്ലെങ്കിൽ ഒരു നല്ല സന്ദേശം നൽകുന്ന കാഴ്ചയാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. BJP നേതാക്കൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ചടങ്ങ് പുരോഗമിക്കുകയാണ്. രോഹിണി, ചടങ്ങ് പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് വി മുരളീധരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുകയും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. നടത്തുകയും ചെയ്തു. ഇപ്പോൾ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്യും. ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു രീതിയിൽ ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഈ നിരന്തരം ഭാരതാംബയെ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗവർണറെ പോലും അധിക്ഷേപിക്കുന്നതിലേക്ക് മന്ത്രിമാരും അതോടൊപ്പം തന്നെ CPM ഭരണകൂടവും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പ്രതിഷേധം, ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പോടുകൂടിയ ഒരു പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ BJP സംഘടിപ്പിക്കുന്നത്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ സ്ഥലത്തേക്ക് എത്തുകയും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയും പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തപ്പോൾ സമയത്തിനുള്ളിൽ അദ്ദേഹം വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യും. ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം സമീപനങ്ങൾ ഭാരതത്തെയും അതോടൊപ്പം തന്നെ ദേശീയ ബിംബങ്ങളെയും ദേശീയ പതാക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാരതാംബ ആയിക്കോട്ടെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾക്ക് ഇനി വെച്ചുപൊറിപ്പിക്കില്ല അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ നടത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്നടക്കമുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം കൂടി ഇത്തരം ഒരു മുന്നറിയിപ്പ്, ഭാരതാംബയുടെ ചിത്രം വെച്ച് പ്രതിഷേധിച്ചുകൊണ്ടൊരു മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് CPM നേതാക്കളും അതോടൊപ്പം തന്നെ മന്ത്രിമാരും അടക്കമുള്ളവർ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിന് മുന്നിൽ പോലും ബാനർ കെട്ടിക്കൊണ്ട് SFI ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലായി സമീപങ്ങളായി പലയിടങ്ങളിൽ ഇത്തരം നടക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം സമീപനങ്ങൾ ഈ ദേശവിരുദ്ധ ശക്തികളെ കൊണ്ടുള്ള ഇത്തരം സമീപനങ്ങൾ നടത്തുവാൻ BJP അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടികൾക്ക് ഇവിടെ ഉദ്ഘാടനം നടത്തുന്നത്. ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അതിൽ മാലയിട്ട് പുഷ്പാർച്ചന നടത്തി പൂജിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സന്ദേശം, അതായത് ഈ ഒരു മുന്നറിയിപ്പ് മാത്രമല്ല അതൊരു സന്ദേശം കൂടിയാണ്. ഭാരതാംബയെ അവഹേളിക്കാൻ BJP ഈ പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്തെ ഭരണസിരാ അല്പസമയം മുമ്പാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ, BJP മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അതോടൊപ്പം തന്നെ മറ്റ് BJP നേതാക്കളെല്ലാം, ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ഈ പ്രതിഷേധ സ്ഥലത്തേക്ക്. തുടരുക. പ്രശാന്തിലേക്ക് എത്താം. ഭാരതാംബയെ
അവഹേളിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. CPM മന്ത്രിമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും നയത്തിനെതിരെ BJP സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP സിറ്റി ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തി ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. BJPയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും സ്ഥലത്തെത്തി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഇനി പരിപാടിയിലേക്കായിരിക്കും കടക്കുക. സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് BJP ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഭാരതാംബ എന്നാൽ രാജ്യത്തിൻ്റെ ഒരു പ്രതീകം, എല്ലാവരുടെയും ഭാരതമാതാവ്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള CPM നയത്തെയാണ് എതിർക്കുന്നത് എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. നമുക്ക് പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ സംസാരിക്കുകയാണ്. ഈ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ മാലയും പുഷ്പാർച്ചനയും മാല ചാർത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഒരു പ്രതിഷേധ പരിപാടി എന്ന നിലയിൽ BJPയുടെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തലസ്ഥാന നഗരിയിൽ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലായി തലസ്ഥാന നഗരിയിലടക്കം ഭാരതാംബയെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്ന നിലയിൽ അതിനെ ഒരു കരുതിക്കൂട്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ CPM-നോടൊപ്പം കോൺഗ്രസ് പാർട്ടികളും കോൺഗ്രസും അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന നിലയിലേക്കുള്ള പ്രതിഷേധങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമീപനങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇത് ഇത്തരം ഇരട്ട സമീപനം ഭാരതാംബ എന്നത് സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സങ്കല്പത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ശരി പ്രശാന്ത്, തുടരുക.